ഹലോ! ഞാൻ ഇന്ന് സ്നോ കിങ്ഡത്തിലെ 12D സിനിമാജിക്സിന്റെയും ക്ലിക്കാർട്ട് മ്യൂസിയത്തിന്റെയും വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സ്നോ കിങ്ഡത്തിന്റെയും ജംഗിൾ സഫാരിയുടെയും വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാട്ടോ. ജംഗിൾ സഫാരിയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12D സിനിമാജിക്സിന്റെയും ക്ലിക്കാർട്ട് മ്യൂസിയത്തിന്റെയും മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കുമെന്ന്. അപ്പൊ നമുക്ക് കണ്ടാലോ? 12D സിനിമാജിക്സിൽ കയറുന്നതിന് മുന്നേ അവർ 3D ഗ്ലാസ് തരും കേട്ടോ. ഇനി ഇതിനകത്ത് കയറിയിട്ടുള്ള 3D സ്ക്രീൻ വിഷ്വൽസും സീറ്റും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ട്വൽഡി എന്ന് പറയുമ്പോൾ 3D സ്ക്രീൻ ഉണ്ടാകും, പിന്നെ ഫിസിക്കൽ ഇഫക്ട്സ് ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെള്ളത്തിൽ കൂടെ പോകുന്ന സീനാണെങ്കിൽ ശരിക്കും നമ്മുടെ മേലെ വെള്ളം തെറിക്കും. കൂടാതെ വീഡിയോ അനുസരിച്ച് സീറ്റ് മൂവബിൾ ആയിരിക്കും. അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. ക്യാമറ വിഷ്വൽസിലൂടെ മാത്രം നമുക്ക് മനസ്സിലാകില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്ലിക്കാർട്ട് മ്യൂസിയം ആണ്. ഇവിടെ ഡോൾഫിന്റെ തല പുറത്തേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോലെ തോന്നണില്ലേ? ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല കേട്ടോ, ഇതൊരു 3D പെയിന്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള അത്രയും 3D പെയിന്റിങ്സ് ആണ്. ഒരു ഇൻട്രസ്റ്റിംഗ് പെയിന്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒന്നാണ് കേട്ടോ ഈ പെയിന്റിംഗ്. ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ കുരങ്ങൻ പഴത്തിന് വേണ്ടി ചാടുന്നതായിട്ട് കാണാം. എന്നാൽ ഈ പെയിന്റിംഗ് ചുമരിന്റെ അഡ്ജസന്റ് സൈഡ്സിലായിട്ടാണ് വരച്ചിരിക്കുന്നത്. കുരങ്ങന്റെ കൈയിന്റെ പകുതി വരെ ഒരു സൈഡിലും ബാക്കി പകുതിയും പഴവും ഒക്കെ മറ്റേ സൈഡിലുമാണ് വരുന്നത്. അതുപോലെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു പെയിന്റിംഗ് ആണ് ഇത്. ഈ കാണുന്ന ഐസ് ബ്രിഡ്ജിന്റെ പകുതി ഫ്ലോറിലും ബാക്കി പകുതി വോളിലുമായിട്ടാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ചുമ്മാ നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതാണ് കേട്ടോ. ദേ ഇതുപോലെ. ഈ ക്ലിക്കാർട്ട് മ്യൂസിയത്തിന്റെ ആർട്ടിസ്റ്റ് ഇദ്ദേഹമാണ് കേട്ടോ. ശ്രീധർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.